നമസ്കാരം. 2025 ജൂൺ 28 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റവന്യൂ മന്ത്രിയുടെ പുതിയ അറിയിപ്പുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഭൂമിയുള്ളവർക്ക് എല്ലാവരും അറിയേണ്ട അല്ലെങ്കിൽ എടുക്കേണ്ട ഡിജിറ്റൽ റവന്യൂ കാർഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി കാർഡ് എന്നൊക്കെ പറയാവുന്ന ഒരു കാർഡിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും എടുക്കേണ്ടതാണ്. അപ്പോൾ ഭൂമിയുള്ള എല്ലാവർക്കും നമുക്ക് റേഷൻ കാർഡ് ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്. ഇവയ്ക്കൊക്കെ എല്ലാം തന്നെ നമ്പറുകളുണ്ട്. അപ്പോൾ ഇതൊരു 10 അക്ക നമ്പറുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് കാർഡാണ്. ഇത് എപ്പോഴാണ് വരിക, ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായി കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വിശദാംശങ്ങളിലേക്ക് വരാം. റവന്യൂ മന്ത്രിയുടെ ഒരു അറിയിപ്പാണ്. ഇത് എല്ലാവരും എടുക്കേണ്ടതാണ്. കൃഷിയുള്ളവർ, അതുപോലെ തന്നെ ഭൂമിയുള്ളവർ, ആധാരമുള്ളവർ എല്ലാവരും തന്നെ എടുക്കേണ്ടതാണ്. ഇതിൽ വ്യക്തമായുള്ള കാര്യങ്ങൾ ഇതിൽ പ്രതിപാദിക്കും. 10 അക്ക നമ്പർ ഉണ്ടാവും. ഇതിൽ ഈ ഭൂമിയിൽ എന്തൊക്കെയാണുള്ളത്, ഇതിന്റെ വീടാണുള്ളത് അല്ലെങ്കിൽ സ്ഥാപനമാണുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഡിജിറ്റൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്, സർവേ ഡിപ്പാർട്ട്മെന്റ് എന്നിവയുമായി സംയോജിപ്പിച്ചിട്ടുള്ള പുതിയൊരു സംരംഭമാണ്. ഈ 3 ഡിപ്പാർട്ട്മെന്റുകളും ഒരു കോണിൽ വരുന്ന ഒരു സംരംഭമാണ്. അപ്പൊ ഇതിന്റെ എല്ലാ വിവരങ്ങളും ഇതിലുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് വില്ലേജിൽ അപ്ലൈ ചെയ്യുമ്പോൾ വിവിധ ബാധ്യത സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ പൊസഷൻ സർട്ടിഫിക്കറ്റ്, മറ്റുള്ള സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ കാർഡ് വഴിയാണെങ്കിൽ എളുപ്പമാവും. ഇപ്പോൾ രണ്ടാമത് നിശ്ചിത കാലാവധിക്കുള്ളിൽ അപേക്ഷിക്കുമ്പോൾ രണ്ടാമത് കിട്ടാനൊക്കെ പിന്നീട് അപേക്ഷിക്കേണ്ടി വരില്ല. പെട്ടെന്ന് കിട്ടാവുന്ന ഒരു സംവിധാനമാണ്. എല്ലാവരും എടുക്കേണ്ട സംവിധാനമാണ്. ഇന്ന ആളുകൾക്ക് അല്ലെങ്കിൽ BPL ആളുകൾക്ക് വേണ്ട, അല്ലെങ്കിൽ കൂടുതൽ സ്ഥലമുള്ളവർക്ക് വേണ്ട, കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് വേണ്ട എന്നൊന്നുമില്ല. എല്ലാവരും എടുക്കേണ്ട സംവിധാനം എന്നാണ് റവന്യൂ മന്ത്രി അറിയിച്ചത്. മാത്രമല്ല നമുക്ക് ഏറ്റവും എളുപ്പമുള്ളതുമാണ്. 2025 നവംബർ 1 മുതൽ ഇത് വിതരണം ചെയ്തു തുടങ്ങും. ഇപ്പോൾ വളരെ എളുപ്പമുള്ള അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരാവുന്ന കാർഡാണ്. മാത്രമല്ല ഇത് പിന്നീട് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന സമയത്ത് മോട്ടോർ വാഹന വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയുമായി ബന്ധിപ്പിച്ച് കൂടുതൽ വിവരങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇത് വരുന്നത് ഭൂമിയുമായി സംബന്ധിച്ചുള്ള വിവിധ കാര്യങ്ങളാണ്. ആധാരത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ മാത്രം പ്രതിപാദിക്കുമ്പോൾ ഇതിൽ മൊത്തമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 വകുപ്പുകളുടെയും സംയോജിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വിവരം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.